ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 145 മുതൽ 147 വരെ. ഇന്നത്തെ കുറിവാക്യം 146 സങ്കീർത്തനം 10 വാക്യം. യഹോവ എന്നേക്കും വാഴും, സിയോനെ നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ. യഹോവയെ സ്തുതിപ്പിൻ. യഹോവയെ സ്തുതിപ്പിൻ എന്ന ആഹ്വാനത്തോടെ ആരംഭിക്കുന്നവയും അവസാനിക്കുന്നവയുമാണ് 146 മുതലുള്ള സങ്കീർത്തനങ്ങൾ. ഈ സങ്കീർത്തനങ്ങളെ ചെറിയ ഹല്ലേലൂയ ഗീതങ്ങളെന്ന് അറിയപ്പെടുന്നു. ശാപവാക്കുകളോ ശത്രുക്കൾ ചെയ്യുന്ന ഉപദ്രവങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത. മനുഷ്യൻ്റെ ബലഹീനതകളെയും ദൈവത്തിൻ്റെ അനന്തമായ കരുതലുകളെയും വളരെ വ്യക്തമായി വരച്ചു കാട്ടുന്ന ഒരു സങ്കീർത്തനമാണ് 146. ഈ സങ്കീർത്തനത്തിൽ നിന്നുള്ള ചില ധ്യാന ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, പരിമിതികൾ ഏറെയുള്ള മനുഷ്യരെ നമുക്ക് ഇവിടെ കാണാം. 3-4 വാക്യങ്ങളിൽ ഇവയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നു. അധികാരവും പദവികളും സമ്പത്തും ഏറെയുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം, എന്നാൽ അവരുടെ മരണത്തോടെ സകല പദ്ധതികളും അവസാനിക്കുന്നു. കാരണം മനുഷ്യൻ എത്ര ശക്തനാണെങ്കിലും അവൻ മണ്ണിൽ നിന്ന് വന്നവനാണ്, മണ്ണിലേക്ക് തന്നെ മടങ്ങും. അതിനാൽ നശ്വരമായ മനുഷ്യരിലല്ല, പിന്നെയോ അനശ്വരനായ ദൈവത്തിൽ ആശ്രയിക്കുക. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് നാം നമ്മുടെ പരിമിതികൾ തിരിച്ചറിയണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സാങ്കേതിക വിദ്യയും കൊണ്ട് മനുഷ്യൻ അസാധ്യമായവയെ ഇന്ന് സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ബുദ്ധിക്കും ഈ യന്ത്രങ്ങൾക്കും അപ്പുറം ഒരു ദൈവവും അവൻ്റെ പദ്ധതിയും ഉണ്ട് എന്ന് നാം തിരിച്ചറിയുക. മനുഷ്യരിൽ ആശ്രയിച്ച് വഞ്ചിതരാക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. സാമ്പത്തിക പ്രതിസന്ധികളോ അനാരോഗ്യമോ ഉണ്ടായേക്കാം. ഇവയുടെ എല്ലാം മധ്യത്തിൽ മറ്റുള്ളവരിൽ നിന്നും അമിതമായി ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ദൈവത്തിൽ പൂർണ്ണമായും നമ്മുടെ ആശ്രയം കണ്ടെത്തുക. രണ്ടാമതായിട്ട്, പരിമിതികൾ പദ്ധതികളാക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാം. നമ്മുടെ കഴിവുകൾ അവസാനിക്കുന്നിടത്ത് ദൈവം തൻ്റെ പദ്ധതികൾ ആരംഭിപ്പിക്കുന്നു. തടവിലാക്കപ്പെടുന്നവന് സ്വന്തം ശക്തിയാൽ പുറത്തു വരുവാനായിട്ട് കഴിയില്ല. അവിടെ ദൈവത്തിൻ്റെ വിടുതൽ സാധ്യമാക്കുന്നു. ഒന്നും കാണാത്ത അവസ്ഥയിൽ നിന്നും ദൈവം അത്ഭുതകരമായ വെളിച്ചം കാണുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. നീതി നടപ്പിലാക്കുന്ന അനുഭവങ്ങൾ ദൈവം നൽകുന്നു. പരദേശികളെ, അനാഥരെ, വിധവമാരെയൊക്കെയും അവൻ പരിപാലിക്കുന്നു. വിദൂരസ്ഥനായ ഒരു ദൈവമല്ല നാം ആശ്രയിക്കുന്നത്, പിന്നെയോ എളിയവരുടെ നിലവിളി കേൾക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ മഹത്വത്തിൽ നാം ആശ്രയിക്കുക. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തിൽ യഹോവയെ വാഴ്ത്തിക്കൊണ്ട് സങ്കീർത്തനക്കാരൻ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നാം ആരെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത്? മനുഷ്യരെയാണോ, അതോ സകലവും ഭരിക്കുന്ന ദൈവത്തെയോ? നമ്മുടെ പരിമിതികളെ നമുക്ക് അംഗീകരിക്കാം, അവയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ബലഹീനതകളും പരിമിതികളും അറിയുന്ന പ്രിയ കർത്താവേ, അങ്ങയിൽ മാത്രം ആശ്രയിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ പദ്ധതികളെ നടപ്പിലാക്കണമേ. അങ്ങനെ സമാധാനത്തോടെ ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ. ആമേൻ.